ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നൊരു ഹെയർ കട്ട് വ്ലോഗാണ്. അപ്പൊ ഓർക്കും ആരുടെ ഹെയർ കട്ടാണ്? വേറെ ആരുടെ അല്ല, എന്റെ തന്നെയാണ്. 2.5 വർഷമായി എന്റെ കൂടെയുള്ള ഈ ലോങ് ഹെയർ ഞാനപ്പോൾ ഇന്ന് വെട്ടാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. കാര്യം വരുമ്പോൾ ഇച്ചിരി താമസിക്കും, മുടിയിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ചേച്ചി ഉച്ചയ്ക്ക് ഇച്ചിരി നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ എത്തി. വീട്ടിൽ തന്നെയാണ് ചേച്ചി പാർലറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഷെറി മേക്ക് ഓവേഴ്സ് എന്നാണ് പേര്. അങ്ങനെ നല്ല അടിപൊളിയാണ്. നല്ലൊരു കൊച്ചു റൂമാണ്. ഞാൻ കാണിച്ചു തരാം. ഹലോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. എന്നിട്ട് ഒരു കൊച്ചു മുറിയാണ്. അതിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല മിററൊക്കെ ആയിട്ട്. ഈ കാണുന്നതൊക്കെ ചേച്ചിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹെയർ കട്ടിനുള്ള ടൈമായി. അപ്പോൾ ഈ കാണുന്ന മുടി നമ്മൾ ഇനി വെട്ടാൻ പോവുകയാണ്. ചേച്ചി ആദ്യം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഹെയർ കട്ട് വെട്ടണം, എന്തോരം ഇറക്കം കുറയ്ക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുടി വെട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 2019 വരെ ഷോർട്ട് ഹെയറുമായിട്ട് നടന്ന ഒരാളായിരുന്നു. കൊറോണയൊക്കെ ആയപ്പോഴത്തേക്കാണ് മുടിയൊക്കെ ഇങ്ങനെ വളർത്തി തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്നൊരു ആഗ്രഹം തോന്നി, പഴയ പോലെ ഷോർട്ട് ഹെയർ ആക്കണം, ഒന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം എന്ന കാര്യം. ഹെയർ ഫുൾ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യാൻ തുടങ്ങി, ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് പറന്ന് മൊത്തം ചടകെട്ടി കുറേ മുടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മുടിയൊക്കെ വെട്ടിയെല്ലാം താഴെയിട്ട് എനിക്ക് ചെറിയൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ വെട്ടിക്കളഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, മുടിയല്ലേ, അത് പിന്നെ വളർന്നോളൂ. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ഹെയർ വാഷ് ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. ഇങ്ങനെ തലയിൽ മസാജ് ഒക്കെ ചെയ്ത് തന്നപ്പോഴത്തേക്കും പിന്നെ ഹെയർ ഒക്കെ ഡ്രൈ ആക്കി തന്ന് അത് നല്ല രസമായിരുന്നു. ചൂട് കാറ്റൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. ചേട്ടാ അവിടെ ഇരിപ്പുണ്ട്. ആള് നല്ല കട്ട പോസ്റ്റാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്നെയും കൊണ്ട് ഇങ്ങനെയൊക്കെ വരാനായിട്ട് ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പലരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ആക്കിയിട്ട് പോകും, കഴിയുമ്പോൾ വിളിക്കാൻ വരാറാണ് പതിവ്. പക്ഷെ ചേട്ടയ്ക്ക് അങ്ങനെയൊന്നുമില്ല. എന്റെ കൂടെ ഇവിടെ വരാനും അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് എന്നെക്കാട്ടി ഉത്സാഹം ചേട്ടയ്ക്കാണ്. അങ്ങനെ ഹെയർ കട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്മൂത്തനിങ് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ക്രീമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ എങ്ങനെയൊക്കെ കെയർ ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ കാണുന്നത് രണ്ടാമതിട്ട ക്രീമാണ്. ആദ്യത്തെ ക്രീം ഏകദേശം ഒരു 3/4 മണിക്കൂർ വെച്ചിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്രീം അരമണിക്കൂർ ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടായി ഇടയ്ക്ക് അകത്ത് വന്ന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ലാസ്റ്റത്തെ ഹെയർ വാഷ് ആണ്. അങ്ങനെ അത് ഇവിടെ കഴിഞ്ഞിട്ട് ചേച്ചി അതൊക്കെ ഡ്രൈ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എനിക്കും ചേട്ടായിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ചേട്ടായിക്കാണെന്ന് തോന്നുന്നത് എന്നെക്കാട്ടി കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് ഇനി ഒരു 3 ദിവസത്തേക്ക് തല നനയ്ക്കാനോ മുടി കെട്ടിവെക്കാനോ ഒന്നും പാടില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരണം. നമുക്ക് ഹെയർ വാഷിനും പിന്നെ ഹെയർ കളറിങ്ങിനുമായിട്ട് ഒന്നുകൂടെ വരാനുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഫുൾ സാഡായി. കാര്യം അപ്പായ്ക്കും അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു ലോങ് ഹെയർ ആയിരുന്നു നല്ലത്, ഇത് രസമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആകെ സാഡാക്കി. പിന്നെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ചെയ്തതിന്റെ സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.